തീർച്ചയായും സന്തോഷ്, നോക്കൂ, പുഷ്പനെ കുറിച്ച് പറഞ്ഞു വെക്കുമ്പോൾ പറഞ്ഞു പോവേണ്ട ഒന്നുകൂടിയാണ് 94 നവംബർ 5 എന്ന് പറയുന്ന ആ ദിവസം. യുവതിയുടെ പ്രതികരണശേഷി കൊടുങ്കാറ്റായി ആഞ്ഞടിച്ച ആ ദിവസത്തെ ഓർത്തെടുക്കാതെ സഖാവ് പുഷ്പനെ കുറിച്ച് പറഞ്ഞ് പൂർണ്ണമാക്കാൻ സാധിക്കില്ല. തീർച്ചയായും ഒരുപക്ഷെ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ യുവജന പോരാട്ടമായിരുന്നു ഈ കൂത്തുപറമ്പ് അന്ന് സാക്ഷ്യം വഹിച്ചത്. അന്ന് കൂത്തുപറമ്പിലേക്ക് 2000-ലധികം വരുന്ന ഡിവൈഎഫ്ഐയുടെ പോരാളികൾ മറ്റൊരു തരത്തിലുള്ള അക്രമമോ ഒരു കുറുവടി പോലും കയ്യിലില്ലാതെ വെറും കറുത്ത തൂവാലകളുമായി കറുത്ത കൊടിയുമായി ഈ ഒരു പ്രതിഷേധമറിയിക്കാനായി കൂത്തുപറമ്പിലേക്ക് തടിച്ച് കൂടിയതാണ്. അന്ന് ഈ ഒരു പ്രതിഷേധമെല്ലാം ഉണ്ടാകും എന്നുള്ള വിവരം ഉണ്ടായതിനെ തുടർന്ന് തന്നെയാണ് അധ്യക്ഷത വഹിക്കേണ്ടുന്ന ഈ ഒരു ബാങ്കിൻ്റെ ഉദ്ഘാടനത്തിന് അധ്യക്ഷത വഹിക്കേണ്ടുന്ന എൻ രാമകൃഷ്ണൻ അന്ന് പരിപാടിയിൽ പങ്കെടുക്കാതെ മടങ്ങി. പക്ഷേ അന്ന് മന്ത്രിയായിരുന്ന MV രാഘവൻ അന്ന് വളരെ ഈ സമരത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അവിടേക്ക് ഉദ്ഘാടനത്തിനായി എത്തുകയായിരുന്നു. അന്ന് ഈ ഒരു മന്ത്രിയായിരുന്ന MV രാഘവൻ്റെ ഒരു ധാർഷ്ട്യം യുവജന പോരാളികൾക്ക് നേരിടാൻ അല്ലെങ്കിൽ ബോധപൂർവം സംഘർഷമുണ്ടാക്കാനുള്ള ഒരു ശ്രമം ആണെന്ന് മന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നത്. അന്ന് ഒരു തരത്തിലുള്ള സംഘർഷത്തിനും ഡിവൈഎഫ്ഐ തയ്യാറായിരുന്നില്ല. പ്രതിഷേധം അറിയിക്കുക, കരിങ്കൊടി വീശി പ്രതിഷേധം അറിയിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അന്ന് ഡിവൈഎഫ്ഐ ലക്ഷ്യം വെച്ചിരുന്നത്. അവിടെയാണ് പ്രകോപനമില്ലാതെ ഡിവൈഎഫ്ഐയുടെ യുവജന പോരാളികൾക്ക് നേരെ പോലീസ് വെടിയുതിർക്കുന്നതും 6 പേർ ധീരരായിട്ടുള്ള ഡിവൈഎഫ്ഐയുടെ പോരാളികൾ വെടിയേറ്റ് വീഴുന്നതും അതിനുശേഷം 5 പേർ അന്ന് ധീര രക്തസാക്ഷികളായപ്പോൾ ജീവിക്കുന്ന രക്തസാക്ഷിയായി ലോകം മുഴുവനുള്ള കമ്മ്യൂണിസ്റ്റ് പോരാളികൾക്ക് ആവേശമായി 3 പതിറ്റാണ്ട് കാലം പുഷ്പൻ പിന്നീട് തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ പോലും ഈ ഒരു പുഷ്പൻ്റെ ഈ ഒരു പലപ്പോഴും ഇത്രയും അധിക കാലം ഒരു കിടക്കയിൽ എഴുന്നേക്കാൻ കഴിയാതെ കിടക്കുമ്പോൾ വലിയ നിരാശയും അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള സംഘർഷങ്ങളും എല്ലാം സാധാരണഗതിയിൽ മനുഷ്യനുണ്ടാകുന്നതാണ്. പക്ഷേ പുഷ്പൻ എന്ന് പറയുന്ന ആ പോരാളിക്ക് ഒരു നിമിഷം പോലും മരണം വരെയും അദ്ദേഹം ഒരു പോരാളി തന്നെയായിരുന്നു. ആ നിശ്ചയദാർഢ്യവും ആ ആത്മവിശ്വാസവും അതോടൊപ്പം തന്നെ എല്ലാത്തിനെയും നേരിടാനുള്ള കരുത്തും പുഷ്പൻ്റെ മുഖത്ത് പലപ്പോഴും ഉണ്ടായിരുന്നു. ഒരു തവണ പോലും ഒരു ഘട്ടത്തിൽ പോലും ചിരിക്കാത്ത മുഖവുമായി പുഷ്പനെ കാണാറില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ മറ്റൊരു കാര്യം, ഈ ഒരു പല അവസരങ്ങളിലും രാഷ്ട്രീയ എതിരാളികൾ CPM-നെതിരെ വാർത്ത ചമക്കുന്നതിൻ്റെ ഭാഗമായി പുഷ്പനിൽ നിന്ന് പാർട്ടിക്കെതിരെ എന്തെങ്കിലും പ്രതികരണം ലഭിക്കുമോ എന്നറിയാൻ വേണ്ടി മാധ്യമങ്ങളും മറ്റും പലപ്പോഴും പല ശ്രമങ്ങളും നടത്തിയിരുന്നു. പക്ഷേ അവർക്കെല്ലാം നിരാശയായിരുന്നു ഫലം. ഒരു ഘട്ടത്തിൽ പോലും ഈ ഒരു കഴിഞ്ഞ 3 പതിറ്റാണ്ടിനിടയിൽ 30 വർഷത്തിനിടയിൽ ഒരു ഘട്ടത്തിൽ പോലും പാർട്ടിക്ക് ഏതെങ്കിലും എതിരായി സംസാരിക്കാനോ മറ്റോ പുഷ്പൻ തയ്യാറായിട്ടില്ല. അചഞ്ചലമായി പാർട്ടിയുടെ ഒപ്പം ഉറച്ചു നിൽക്കുക, CPIM-ൻ്റെ നിലപാടുകൾക്കൊപ്പം ഉറച്ചു നിന്ന് മുന്നോട്ട് പോയിട്ടുള്ള ഒരു ധീരനായ പോരാളി തന്നെയായിരുന്നു പുഷ്പൻ. ഏതായാലും ആ ഒരു വലിയ യുഗത്തിനാണ് അസ്തമിക്കുന്നത്. തലമുറകളെ പ്രചോദിപ്പിച്ച, തലമുറകൾക്ക് പോരാട്ട വീര്യം പകർന്നു നൽകിയിട്ടുള്ള ആ ഒരു യുഗത്തിനാണ് ഒരു പര്യവസാനമാകുന്നത്. അതിന് ഈ ഒരു പുഷ്പൻ്റെ മൃതദേഹം ഇവിടേക്ക് എത്തുമ്പോൾ ഒരു വലിയ ഒരു ആവേശത്തോടു കൂടിയിട്ടുള്ള അന്ത്യയാത്ര നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് കണ്ണൂരിലെ പാർട്ടി പ്രവർത്തകർ ഉള്ളത്. ആര്യ.